ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് ശരിക്കും സുഖമായിട്ടില്ല, പനിയൊന്നും മാറിയിട്ടില്ല, ചുമയാണ് ഭയങ്കരമായിട്ട്, സംസാരിക്കാനൊന്നും പറ്റണില്ല. സംസാരിക്കുമ്പോൾ തന്നെ ചുമ വരുമായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതും ഇൻട്രോ പറയാനൊന്നും പറ്റാത്തത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു മസാലയാണ്. മധുരക്കിഴങ്ങ് തിരുവാതിരയ്ക്ക് വാങ്ങിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്തു വെച്ചാൽ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ച് വെച്ചു. അപ്പോൾ അതെന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരു മസാല പോലെ ആക്കിയാലോ എന്ന്. അപ്പോൾ സാട്ടനും പറഞ്ഞു മസാല ആക്കിയാൽ നമുക്ക് രാത്രി ദോശയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് മസാല ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കണ പോലെ ചില ഇൻഗ്രീഡിയൻസും കൂടി കൂടുതലിട്ടിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മസാല ഉണ്ടാക്കുകയെന്ന് പോയി നോക്കാം. സ്വീറ്റ് പൊട്ടറ്റോ മസാല, മധുരക്കിഴങ്ങ് മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പറഞ്ഞ പോലെ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന പോലത്തെ മസാലയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം പൊട്ടിയിട്ട് ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കൊരു പകുതി സവോള, വലിയൊരു സവോളയുടെ പകുതിയാണ് എടുത്തേക്കണം ഞാൻ. മധുരക്കിഴങ്ങ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുക്കറിൽ 2 വിസിൽ വെച്ച് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ച് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ പോണത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ഇടുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് നോക്കിയിട്ട് ഇടാവൂ. എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ചേ ഇടാവൂ. ഇത് നല്ലോണം മൂത്ത മണം വരണം. ഇതൊക്കെ നല്ലോണം ഒന്ന് വഴഞ്ഞ് വരണം. ഇപ്പോൾ സവോളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി വന്നു തുടങ്ങി. ഇനി നമുക്ക് തീ നല്ല സിമ്മിൽ വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതുപോലത്തെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല മണമാണ് വരണത്. ഇനി പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയാൽ നമുക്ക് ഉടച്ച് വെച്ചേക്കണം മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു മധുരം കൂടി ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. മറ്റേ മസാലകൾ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാലും അല്ലേ വേഗം തിളയ്ക്കുള്ളൂ. ഇതെല്ലാം കൂടി തിളച്ചിട്ട്
ഞാൻ മധുരക്കിഴങ്ങ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിരുന്നു. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. എല്ലാം ഇങ്ങനെ വലിയ കഷ്ണങ്ങളാവരുത്. കുറച്ച് ഉടച്ചു കൊടുക്കുക, കുറച്ച് കടിക്കാനുള്ള കഷ്ണങ്ങളും വെക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം തിളച്ച് നല്ലൊരു മസാലയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലയുടെ അതേ ടേസ്റ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ച് മധുരം ഉണ്ടാവുന്നേ ഉള്ളൂ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ കൂട്ടാൻ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇനി കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഇടുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മധുരക്കിഴങ്ങ് വേവിച്ച് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റേ മസാലകൾ പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ മധുരക്കിഴങ്ങ് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും വീഡിയോ കണ്ടുല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മധുരക്കിഴങ്ങ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.